സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 13 വാക്യം 12. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 13 വാക്യം 12 നാം വായിച്ചു കേട്ടത് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ആരാണ് ഈ സ്ത്രീ? ഒരു ദിവസം യേശു ഒരു ശബത്തിൽ അഥവാ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസം ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ. ഈ സ്ത്രീ യേശുവിൻ്റെ ഉപദേശം കേൾക്കുവാൻ ദൈവാലയത്തിൽ വന്നിരിക്കുകയാണ്. ആ സമയം സംഭവിച്ച കാര്യമാണ് നാം വായിച്ചു കേട്ടത്. യേശു അവളെ കാണുകയും അവളെ അടുക്കൽ വിളിക്കുകയും നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും അവളുടെ മേൽ കൈവയ്ക്കുകയും ചെയ്തു. തൽക്ഷണം സംഭവിച്ചത്, അവൾ നിവർന്ന് സൗഖ്യപ്പെടുവാൻ ഇടയായി. ഒരു നിമിഷം കൊണ്ട് അവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. എങ്ങനെ നമുക്ക് ദൈവിക രോഗശാന്തി പ്രാപിക്കുവാൻ സാധിക്കും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഈ സംഭവത്തിലൂടെ ദൈവം നൽകുന്നുണ്ട്. ഈ സ്ത്രീ 18 വർഷമാണ് കൂനിയായി കഷ്ടത അനുഭവിച്ചത്. ഒരുപക്ഷെ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ സ്ത്രീ ദൈവാലയത്തിൽ പോകുന്ന ആ പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ദിവസമാണ് സൗഖ്യം ലഭിക്കുവാനിടയായത്. കാരണം അന്ന് ആ ദൈവാലയത്തിൽ യേശു വന്നിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ പ്രത്യക്ഷതയാണ് നമുക്ക് സൗഖ്യം ലഭിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം. യേശു വന്നാൽ, യേശു നമ്മെ കണ്ടാൽ, യേശു നമ്മെ വിളിച്ചാൽ, യേശു നമുക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ, യേശു നമ്മുടെ മേൽ തൻ്റെ ആണിപ്പഴുതുള്ള കരം വച്ചാൽ നമുക്ക് സൗഖ്യം ക്ഷണത്തിൽ ലഭിക്കുമെന്ന് ഈ വചനം, ഈ സംഭവം നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ സ്ത്രീ കഴിഞ്ഞ 18 വർഷങ്ങൾ വളരെയധികം ചികിത്സകൾ ചെയ്തിട്ടുണ്ടാകാം, പലയിടങ്ങളിൽ പോയിട്ടുണ്ടാകാം. എന്നാൽ ഈ കൂനിയായ, ഈ കൂനുള്ള അവസ്ഥ, ഈ നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ, ഈ നിവർന്ന് നടക്കുവാൻ കഴിയാത്ത അവസ്ഥ, അതിൽ നിന്നൊരു മോചനം ഒരു സ്ഥലത്ത് നിന്നും, ആരിൽ നിന്നും
ലഭിച്ചിരുന്നില്ല. എന്നാൽ യേശു വന്ന ദിവസം, അഥവാ യേശു ആ പള്ളിയിൽ വന്ന ദിവസം, യേശു അവളെ കാണുകയും അവളെ വിളിക്കുകയും അവൾക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കുകയും അവളുടെ മേൽ കൈവയ്ക്കുകയും ചെയ്തു. അത് അവളുടെ സൗഖ്യത്തിന് കാരണമായി. നമുക്കും ആവശ്യമായിരിക്കുന്നത് ഇവൾ പള്ളിയിൽ പോയതുപോലെ ദൈവാലയത്തിൽ പതിവായി പോകണം എന്നുള്ളതാണ്. ഒരു ദിവസം ഇവൾക്ക് ക്ഷണത്തിൽ സൗഖ്യം ലഭിച്ചതുപോലെ നമുക്കും ആവശ്യമായിരിക്കുന്ന നന്മകളും സൗഖ്യങ്ങളും ലഭിക്കുവാനിടയാകും. ആമേൻ, ആമേൻ. ഉന്നം വച്ച